ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ റൊണാൾഡോ CR7 താരത്തിന് എന്ത് പറ്റി, എന്താണ് സംഭവിക്കുന്നത്, താരത്തിൻ്റെ മുമ്പത്തെ ഹിസ്റ്ററിയിൽ എന്താണ്, താരത്തിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വിശകലനം നൽകാൻ വേണ്ടി തന്നെയാണ്. നമുക്കും ആരാധനയല്ല എങ്കിൽ പോലും താരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രകടനത്തിൽ ഭയങ്കര ദുഃഖം തോന്നുന്നുണ്ട്. കാരണം പ്രായം തളർത്തി തുടങ്ങിയിട്ടും ഒരു കളിക്കണം എന്നുള്ള ഒരു മനസ്സോടെ തന്നെ താരം ടീമിന് വേണ്ടി ഇറങ്ങുന്നതും ആ ഒരു പ്രായത്തിലും ആ ഒരു എഫർട്ട് ഇടുന്നതും ഒക്കെ ഏതൊരു ആരാധകർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പം മെസ്സി ആരാധകരായിക്കോട്ടെ, നെയ്മർ ആരും ഏത് ടീമിൻ്റെയും ആരാധകരായിക്കോട്ടെ മനസ്സിലാവും. പക്ഷെങ്കിൽ താരത്തിൻ്റെ നേരത്തെ ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ താരം ഈ ലെവലിൽ എത്തേണ്ട ആളല്ല. കാരണം താരം നമുക്ക് നോക്കാം, ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടി താരത്തിന് അടിച്ച ഗോളുകളും ഏതൊക്കെ വർഷത്തിൽ താരം കളിച്ചിട്ടുണ്ടെന്നും എത്ര കളി കളിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരുടെ സപ്പോർട്ട് തരിക. 2001 താരം പോർച്ചുഗൽ അണ്ടർ 15 ഇതിൽ 9 കളികളാണ് താരം കളിച്ചത്. അതിൽ 7 ഗോൾ താരത്തിൽ സ്കോർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ 2001, 2002 അണ്ടർ 17 വേൾഡ് കപ്പിൽ 7 മത്സരങ്ങളാണ് താരം കളിച്ചത്. അതിൽ നിന്ന് 5 ഗോൾ താരത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. നേരത്തെ 9 കളിച്ചതിൽ 7 താരം സ്കോർ ചെയ്തു, 3 കളികളിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ 7 കളി കളിച്ചതിൽ 5 ഗോള് സ്കോർ ചെയ്തു. പിന്നെ 2003 പോർച്ചുഗലിലെ അണ്ടർ 20 വേൾഡ് കപ്പിൽ 5 കളി താരം കളിച്ചു, 1 ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ പിന്നെ 2003 പോർച്ചുഗൽ അണ്ടർ 21 വേൾഡ് കപ്പിൽ താരം 10 കളി കളിച്ച് 3 സ്കോർ ചെയ്തത്. ഇങ്ങനെ കൂടി കുറഞ്ഞു വരുന്നു. പിന്നെ 2004 പോർച്ചുഗലിന് വേണ്ടി അണ്ടർ 23 വേൾഡ് കപ്പിൽ 3 കളി താരം കളിച്ചതിൽ അത് 2 കളികൾ സ്കോർ ചെയ്തു. 3 കളിയാണ് കളിച്ചത്, 2 ഗോൾ സ്കോർ ചെയ്തു. പിന്നെ 2003 പോർച്ചുഗലിൻ്റെ പോർച്ചുഗലിന് വേണ്ടി താരം കളിച്ച് 164 മത്സരങ്ങൾ താരം കളിച്ചു 2003. അതിൽ 164 2003 അതിൽ 117 ഗോളുകളാണ് മൊത്തം താരം അടിച്ചു കൂട്ടിയത് ആ ഒരു ഇതിൽ തന്നെ. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും താരത്തിന് മുമ്പുള്ള ഇൻ്റർനാഷണൽ കളികളൊക്കെ താരം സ്കോർ ചെയ്തിട്ടുണ്ട്. താരം സ്കോർ ചെയ്ത് പോർച്ചുഗലിനൊരു നിർണായക താരവുമായിട്ടുണ്ട്. പക്ഷെങ്കിൽ തൻ്റെ കരിയറിൽ ഇനിയും എത്തിപ്പിടിക്കാനാവാത്ത ഏക കിരീടം ലോകകപ്പാണ്. കാരണം തൻ്റെ ഇത്രയും 41 വയസ്സോളം താരത്തിന് ഇപ്പോൾ ഉണ്ട്. ഇത്രയും ഹിസ്റ്ററിയിലും താരത്തിന് എല്ലാം നേടിയിട്ടും ഒന്നും ഇപ്പോഴും നേടാൻ കഴിയാത്തൊരു വലിയൊരു കെണി പോലെ നിൽക്കുന്നത് ലോകകപ്പാണ് താരത്തിൻ്റെ സ്വപ്നം. ലയണൽ മെസ്സിയുടെ ഷെൽഫിലുള്ള ആ സമ്പൂർണ്ണ ട്രോഫി ഇത്തവണ അമേരിക്ക നടക്കുന്ന ലോകകപ്പിലൂടെ സ്വന്തമാക്കുക എന്നതാണ് റൊണാൾഡോയുടെ ആദ്യ ലക്ഷ്യം എന്നാണ് ഇത് പറയുന്നത്. മെസ്സിയുടെ ഷെൽഫിൽ കഴിഞ്ഞ തവണ മെസ്സി വേൾഡ് കപ്പ് അടിച്ചു. മെസ്സിയുടെ ഷെൽഫിൽ ഇരിക്കുന്ന ആ ഒരു സുവർണ്ണ കപ്പ് സ്വന്തമാക്കുക, ഈ സീസണിൽ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ആ ഒരു ഇതിൽ സ്വന്തമാക്കുക എന്നാണ് റൊണാൾഡോയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം. പിന്നെ ചരിത്രത്തിൽ ഇതുവരെ കിരീടം നേടാൻ കഴിഞ്ഞ പോർച്ചുഗൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത വെല്ലുവിളിയാണ്. 1966-ലും 2006-ലും സെമി ഫൈനലിൽ എത്തിയത് അവരുടെ ഏറ്റവും വലിയ നേട്ടം എങ്കിലും 2016 യൂറോ കപ്പിൽ അപ്രതീക്ഷിത കുതിപ്പ് നടത്തി കിരീടം ചൂടിയ ചരിത്രം പോർച്ചുഗലിനുണ്ട്. കാരണം അസാമാന്യ കുതിപ്പ് നടത്തി കുതിപ്പ് നടത്തി കിരീടം സ്വന്തമാക്കിയൊരു ചരിത്രം നമ്മുടെ പോർച്ചുഗലിനുണ്ട്. അന്നേരവും ഈ പ്രായം തളർത്താത്ത പോരാളി അന്നേരവും പോർച്ചുഗലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
ഇപ്പോഴും ആ ഓട്ടത്തിന് ഒരു കുറവുമില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്തുമാകട്ടെ, പിന്നെ 5 ബാലൻ ഡി ഓർ ഉണ്ട്, 5 ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. എല്ലാം കൊണ്ടും താരം വളരെ ബ്രില്യൻ്റ് ഒരു താരം. പക്ഷേ ഇന്നലത്തെ മാച്ച് വളരെ വിഷമം തോന്നിച്ചു. കാരണം താരത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് ഇതൊന്ന് നിരത്തുക എന്നുള്ളതാണ് എൻ്റെ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.